ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിടിയും ചിക്കനുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു പിടിയും ചിക്കനും ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിടിയും ചിക്കനും തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിടി റെഡിയാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു 2.25 കപ്പ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു തേങ്ങയുടെ മിക്സാണ്. അതായത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു 8-10 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടെടുത്തതാണ്. എന്നിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തിട്ട് നല്ലോണം വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വെള്ളം തിളച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പത്തിരിപ്പൊടിയാണ്. അതായത് നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പത്തിരിപ്പൊടി. ഞാനിവിടെ 2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 250 ml 2 കപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ തന്നെ ഈ ഒരു തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ്. നമ്മൾ ആ ഒരു മെഷർമെൻറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വാട്ടി കുഴച്ചിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ ഈ ഒരു മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ നമ്മൾ മാക്സിമം ചൂടിൽ തന്നെ നല്ലോണം സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് പോകും. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് നല്ലോണം കൈ വെച്ചിട്ട് തന്നെ വാട്ടി കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പിടിക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, ഏറ്റവും മാക്സിമം ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പിലാണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ബോൾ ഷേപ്പിലാക്കിയാലും കുഴപ്പമില്ല. ഞാനിവിടെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പിലാവുമ്പോൾ കാണാൻ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് ഓയിലാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈസ് എല്ലാത്തിൻ്റെ സെയിം സൈസ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓവർ വലിപ്പമാവാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 4 കപ്പോളം 2ാം പാൽ കുറച്ച് വെള്ളം ലൂസായിട്ടുള്ള പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിടി ഉണ്ടല്ലോ, പിടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ പ്ലെയിൻ ആക്കിയിട്ട് തന്നെ വേവിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് അടച്ച് വെക്കുക. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടും. നല്ല തിക്കായിട്ട് വരും. ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ ഒരു പിടി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഈ ഒരു പിടി ചേർത്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കാതിരിക്കുക. അപ്പോൾ പെട്ടെന്ന് പിടി പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1ാമത്തെ പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1ാം പാൽ നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെക്കുകയാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ പിടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1ാം പാലും ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ സൈസും ഒന്ന് കൂടി വരും. അതായത് ഇതിൽ കിടന്ന് വെന്ത് വരുമ്പോൾ അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും.
പിന്നെ നെക്സ്റ്റ് ഇതാ ഫൈനലായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കലാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുകും വേപ്പിലയും പിന്നെ ചുവന്ന മുളകും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊട്ടിച്ച് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് വരുന്നത് ഒന്നെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി. അപ്പോൾ ഏത് വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നില്ല. നോർമൽ നമ്മുടെ മുളകിട്ട ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി, തേങ്ങയും തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ടൈപ്പ് ചിക്കൻ കറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരും. നമ്മൾ ഈ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയും ഈ ഒരു പിടിയും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.